കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാഹിന സലീം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തും. പ്രധാനപ്പെട്ട പദ്ധതികൾ ആവിഷ്കരിക്കണം. തീർച്ചയായും അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മുടെ MLA MP-യുമായി സഹകരിച്ച് സർക്കാർ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് ഒരുപാട് ഫണ്ടുകൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെടുക്കും. മുനിസിപ്പൽ സ്റ്റേഡിയം മറ്റൊരു പദ്ധതിയാണ്. ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള സിന്തറ്റിക് ട്രാക്കോട് കൂടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഫുട്പാത്തിൽ കച്ചവടം നടത്തുന്നവരുണ്ട്. അതേപോലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. വഴിയോര കച്ചവടക്കാരുടെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് പറയുന്നത് ജെൻസി കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മൾ നൽകണം. കാരണം നമ്മുടെ കുട്ടികൾ സ്മാർട്ടാണ്. വെറും സ്മാർട്ടായതൊന്നും കാര്യമില്ല. ക്വാളിറ്റി എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ അവയർനെസ് ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും നല്ല പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികൾ രൂപീകരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കാനുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സെക്രട്ടറി അടക്കമുള്ള പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, ആദ്യം അല്ലാഹുവിനോട് സ്തുതിക്കുന്നു. അതിനുപരി എൻ്റെ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം പ്രതീക്ഷയോടുകൂടി എനിക്ക് നൽകിയ എൻ്റെ പാർട്ടിയോടുള്ള കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. മുൻഗാമികൾ കാണിച്ചു തന്ന ഒരുപാട് പാതയിലൂടെ സഞ്ചരിക്കാറുണ്ട്. മുൻ ഭരണസമിതിയുടെ ഒട്ടനവധി വികസന പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി കൃത്യമായിട്ടുള്ള പിന്തുണയോടുകൂടി മുൻ ഭരണസമിതി നടത്തിയ വികസന പദ്ധതികളൊക്കെ ഏറ്റവും ആദ്യം തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ഏറ്റവും സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റത്താണ് നഗരസഭ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഒരുപാട് പരാധീനതകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ജനങ്ങളുമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ തേടി അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഏറ്റവും നല്ല വികസന വിപ്ലവത്തിന് സാക്ഷിയാകാൻ ഈ ഭരണസമിതി ഐക്യത്തോടുകൂടി ഒരുമയോടുകൂടി ഒറ്റക്കെട്ടായി മുന്നേറുമെന്നുള്ള രീതിയിലുള്ള വാക്കുകൾ ജനങ്ങൾക്ക് നൽകിയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഗതാഗത കുരുക്ക്. തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിച്ച് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കണ്ടെത്തിക്കൊണ്ട് തീം പാർക്കിംഗ് സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയുടെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല നൂതനമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള വികസന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകും. മുൻ ഭരണസമിതി നടത്തിയ ഒരുപാട് വികസന പദ്ധതികൾ നമുക്ക് മുന്നിലുണ്ട്. നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട റോഡുകൾ തന്നെ പൂർത്തീകരിക്കാനുണ്ട്. ഫുട്പാത്തുകൾ പൂർത്തീകരിക്കാനുണ്ട്. ഒട്ടനവധി പദ്ധതികൾ മുൻ ഭരണസമിതിയിലുണ്ട്. തീർച്ചയായും അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഏറ്റവും ദ്രുതഗതിയിൽ തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് മുൻഗാമികൾ കാണിച്ചു തന്ന പാതയിലൂടെ ഒട്ടനവധി വികസന വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായവും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് മാത്രമായി നിർത്തുന്നു. നന്ദി. ആളുകളുടെ അവരുടെ കിടപ്പാട് പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ചികിത്സ ഒരുക്കുന്നതിന് വേണ്ടി ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കും.
തീർച്ചയായിട്ടും ഇതൊക്കെ വേണ്ടത് നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, ഈ
അതെ, ഒരു പുതിയ തട്ടിപ്പിറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200, 9497 500 600.